ടോറസ് ഇതുവരെ എല്ലാം ബ്ലോക്ക്ഡ് ആയിരുന്നു, ഒന്നും മുമ്പോട്ടേക്ക് പോണ്ടായിരുന്നില്ല. പക്ഷേ മെയ് മാസത്തില് ഈ ബ്ലോക്സ് മാറാൻ പോണു. എന്താണ് ഈ സിറ്റുവേഷൻ എക്സാക്ട്ലി അറിയാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇപ്പൊ നിങ്ങളുടെ റീഡിംഗിലേക്ക് ചെല്ലാം. എന്താണ് മെസ്സേജസ് വരണേന്ന് നിങ്ങളുടെ റീഡിംഗിൽ നോക്കാം. ടോറസ്, എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജീനെ നമ്മൾക്ക് നോക്കാം. ഇത് ടോറസ് സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡന്റ് നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ആൻഡ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ മെസ്സേജസ് എല്ലാവർക്കും റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യാം. നിങ്ങൾക്ക് വേണമെച്ചാൽ ഒരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി വരും. നിങ്ങളുടെ സിറ്റുവേഷനിൽ ബേസ്ഡ് ആണ് അത്. അപ്പോൾ നിങ്ങൾക്ക് അതിലൊരു കസ്റ്റമൈസ്ഡ് മെസ്സേജ് കിട്ടും. കോൺടാക്ട് ചെയ്യേണ്ട കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ ടോറസ്, 3 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. നിങ്ങളുടെ പേഴ്സന്റെ ഓവറോൾ എനർജി 2 ഓഫ് സോഡ്സ് ആണ്. കറന്റ് സിറ്റുവേഷൻ നൈറ്റ് ഓഫ് വാൻഡ്സ്. അപ്പോൾ 3 ഓഫ് കപ്സ് വന്നിരിക്കണേ ഒരു സെലിബ്രേഷൻ്റെ എനർജിയാണ്, ഒരു ഫ്രണ്ട്ഷിപ്പ് എനർജിയാണ്, ഒരു നല്ല സമയം, ഒരു നല്ല സമയം നല്ലോണം എൻജോയ് ചെയ്യണ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ എനർജിയിൽ ഞാൻ കാണുന്നത് നിങ്ങൾ ഹാപ്പിയാണ്, കുറേ സെലിബ്രേറ്റ് ചെയ്യണു, എന്തോ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ഫ്രണ്ട്സിൻ്റെ കൂടെ നിങ്ങൾ പുറത്തു പോകണു. ഓവറോൾ നല്ല സമയമാണ്. പക്ഷെ എവിടെയോ ചില കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴും സീക്രട്ടായി വെക്കണു. ഇമോഷണലി നിങ്ങൾക്ക് ഓപ്പൺ അപ്പ് ആവാൻ പറ്റില്ല. ചിലവർക്ക് ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ മുഴുവനെ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. ഈ പേഴ്സന്റെ ഓവറോൾ എനർജി 2 ഓഫ് സോഡ്സ് ആണ്. 2 ഓഫ് സോഡ്സ് ഒരു കൺഫ്യൂഷന്റെ എനർജിയാണ്. കൺഫ്യൂസ്ഡ് ആണ് ഈ പേഴ്സൺ. അവർക്ക് മുമ്പോട്ടേക്ക് വരണം എന്നുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റില്ല, എന്താ വേണ്ട അറിയില്ല. അപ്പോൾ ഇതൊരു ഐസൊലേറ്റഡ് എനർജിയാണ് കാണുന്നത്, ഒരു സെപ്പറേഷന്റെ എനർജി. അവർ ആക്ച്വലി ഇതുവരെ തീരുമാനം എടുത്തില്ല, പക്ഷെ ആ ഡിസിഷൻ വരും. എന്താ വെച്ചാൽ അവർക്ക് ക്ലാരിറ്റി കിട്ടുന്നുണ്ട് എന്താ ചെയ്യണ്ടേന്ന്. അവർക്ക് ആ ക്ലാരിറ്റി ഈ മാസം വരും. നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ് കറന്റ് സിറ്റുവേഷൻ. അപ്പോൾ നൈറ്റ് ഓഫ് വാൻഡ്സ് ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജിയാണ്. കുറെ പാഷൻ ഉണ്ട് ഇവിടെ, ഒരു അട്രാക്ഷൻ ഉണ്ട്. പക്ഷെ ഈ റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റി ഇല്ല. ഈ റിലേഷൻഷിപ്പ് തുടങ്ങിയപ്പോൾ ഒരു കാഷ്വൽ ആയിട്ടായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക, ഒരു കാഷ്വൽ റിലേഷൻഷിപ്പ് ആയിട്ടായിരിക്കും ഇതിൻ്റെ തുടക്കം ഉണ്ടായിട്ടുണ്ടാവുക. ഞാനിവിടെ കാണുന്നത് റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ട്, പക്ഷെ ഇതുവരെ ഒരു സ്റ്റെബിലിറ്റി വന്നിട്ടില്ല. അപ്പം എന്താണ് പാസ്റ്റിൽ ഉണ്ടായേ? പാസ്റ്റിൽ ഞാൻ കാണുന്നത് ചാരിയറ്റ്, മൂൺ, 2 ഓഫ് കപ്സ്. അപ്പോൾ പാസ്റ്റിലും ഞാൻ കാണുന്നത് നിങ്ങൾ കാഷ്വൽ റിലേഷൻഷിപ്പിലായിരുന്നു വെച്ചാലും ഇവിടെ കുറേ ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പാണ്, ഒരു ബോണ്ടാണ് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. കുറേ ഇമോഷൻസ് ഉണ്ട് ഇവിടെ, പക്ഷേ അതൊക്കെ സീക്രട്ടായി വെച്ചു. നിങ്ങൾ രണ്ടാളും ആ ഫീലിങ്സ് ഒന്നും എക്സ്പ്രസ് ചെയ്തില്ല. മേ ബി ഒരു പേടിയായിരിക്കും, റിജക്ഷൻ്റെ പേടി കാരണമായിരിക്കും. പക്ഷെ ഞാൻ കാണുന്നത് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ മുമ്പോട്ടേക്ക് പോയി, ഒരു ഫ്രണ്ട്ഷിപ്പും ആവാം, പക്ഷെ നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളൊക്കെ രണ്ടാളും അത് മറച്ചു വെച്ചു. എന്താണ് ഇവിടെ നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ്? നിങ്ങൾക്ക് പേടിയുണ്ട്. ഈ സിറ്റുവേഷനിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഈ പേഴ്സൺ ചിലപ്പോൾ എന്നെ വിട്ടു പോവും, ഇല്ല ഫ്രണ്ട്ഷിപ്പും ഉണ്ടാവില്ല, അങ്ങനത്തെയൊക്കെ പേടിയായിരിക്കും. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്തിനെ ടാപ്പ് ചെയ്യാൻ നോക്കണു ഈ റിലേഷൻഷിപ്പിൽ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട്. അവരോട് കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു സ്ട്രെങ്ത് അത് നിങ്ങൾ അതിൽ ടാപ്പ് ചെയ്യാൻ നോക്കണം. അത് അറ്റ്ലീസ്റ്റ് അവരോട് എൻ്റെ ഫീലിങ്സ് എനിക്ക് തുറന്നു പറയണം എന്നുണ്ട് നിങ്ങൾക്ക്. ഈ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് 10 ഓഫ് വാൻഡ്സും 6 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ഈ പേഴ്സന്റെ മനസ്സിലും കുറേ കാര്യങ്ങളുണ്ട്, അതും അവരും അത് മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർക്കത് ഒരു സീക്രട്ടായി വെക്കാൻ പറ്റില്ല. അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം എന്ന് അവർക്കും ഉണ്ട്. പക്ഷെ പാസ്റ്റിൽ റിലേഷൻഷിപ്പ് തന്നെ സ്റ്റേബിൾ ആയിരുന്നില്ല, അപ്പോൾ അവർക്കത് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോൾ അതാണ് അവരുടെ മനസ്സിലുള്ളത്. നിങ്ങളുടെ ഇൻറ്റൻഷൻ 7 ഓഫ് കപ്സ് ആണ്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്, നിങ്ങൾക്ക് എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല, എങ്ങനെയാ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ, എങ്ങനെയാ പറയണ്ടേ, എന്താണ് അവരുടെ റിയാക്ഷൻ ഉണ്ടാവുക. ഇവരുടെ ഇൻറ്റൻഷൻ സ്റ്റാർ ആണ്. അവർ ഇതിനു വേണ്ടിയിട്ട് ഹോപ്പ് ചെയ്യണു, പ്രേ ചെയ്യണു, പ്ലാൻ ചെയ്യണു.
അവർക്കും എല്ലാം കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് വേണം എന്നുണ്ടാവും. അതുകൊണ്ട് അവർ എല്ലാം ശരിയായിട്ട് പ്ലാനിങ് ചെയ്തിട്ട് മതി പറയുക. അങ്ങനത്തെ ഒരു എനർജിയിലാണ് അവരുടെ ഇന്റൻഷൻ. അതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ 4 of Wands ആണ്. ഞാനിവിടെ ഒരു റിലേഷൻഷിപ്പ് കാണുന്നുണ്ട്. ഓക്കെ, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ്, ഒരു മാരേജ് പ്രപ്പോസൽ. ഇവരും അവരുടെ ഫീലിങ്സ് നിങ്ങളോട് പറയാൻ പോണു. ഇവിടെ ബാലൻസ് വരുന്നുണ്ട്. അവരുടെ ആക്ഷനിലും ഞാൻ ബാലൻസ് ആണ് കാണുന്നത്. വെരി ഹാപ്പി റിലേഷൻഷിപ്പ് ഔട്ട്കം നിങ്ങളുടെ ക്വീൻ ഓഫ് വാൻസ്. അപ്പോൾ ഞാൻ കാണുന്നത് കുറെ പാഷൻ ഉണ്ട് ഇവിടെ. കുറച്ചൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഈ കോൺഫ്ലിക്റ്റ് എന്താണ്? 5 of Wands, ക്വീൻ ഓഫ് പെന്റിക്കിൾസ്. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ചിലവർക്ക് ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. 2 ആൾക്കാരുടെ ഇടയ്ക്കാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടത്. പക്ഷെ എവിടെയോ ഈ സിറ്റുവേഷനിൽ ഞാൻ ഒരു ക്ലാരിറ്റി വരണത് കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യണു ആ ശരിയായ സമയത്തിന് വേണ്ടിയിട്ട്. ഫ്യൂച്ചറിൽ ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പിൽ കുറേ പ്രോഗ്രസ് ഉണ്ടാവും. കുറേ ഫ്യൂച്ചറിൽ ഫോർവേഡ് മൂവ്മെൻറ്റ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ 2 ആളുടെയും ഇടയ്ക്ക്. അപ്പോൾ നിങ്ങളുടെ 2 ആളുടെയും ഇടയ്ക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടായാലും ഫ്യൂച്ചറിൽ ആ ബ്ലോക്കൊക്കെ മാറിപ്പോവും. എന്തായാലും മേലും ഞാൻ കാണുന്നത് പ്രോഗ്രസ് ഉണ്ടാവും. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് അത് മേലായിരിക്കും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവുക, ചിലവർക്ക് അത് മെയ് കഴിഞ്ഞിട്ടായിരിക്കും. എല്ലാവർക്കും ഈ മാസത്തിൽ തന്നെ അല്ല ഉണ്ടാവുക. ഓക്കെ, എല്ലാവരുടെയും ടൈമിംഗ് വേറെ വേറെയാണ്, എല്ലാവരുടെയും സിറ്റുവേഷൻസും വേറെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ വേണം വെച്ചാൽ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക. അതിൽ നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ചിട്ടാണ് ആ റീഡിങ്. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് കിട്ടും. ഐ വിഷ് തിങ്സ് കുഡ് ബി ഡിഫറെൻറ്റ്. ഈ പേഴ്സൺ അതാണ് പറയണത്. ഈ സിറ്റുവേഷനിലെ കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരുന്നു വെച്ചാൽ നമ്മൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതാണ് അവർ പറയാൻ നോക്കണത്. അപ്പോൾ എന്താണ് ഇവിടെ ഓറക്കിൾ മെസ്സേജ്? ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഹെൽപ്പ് എടുത്തിട്ടും നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഔട്ട്കം കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഇവിടെ സയൻസ് വന്നിരിക്കണ കുറേ ഫയർ സയൻസ് ഉണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആൻഡ് പൈസീസ്, കാൻസർ, സ്കോർപ്പിയോ ഉണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇത് റെസൊനേറ്റ് ചെയ്തു എന്ന് ഞാൻ ഹോപ്പ് ചെയ്യണു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.